Watch India's largest kids library only on Jio Hotstar. Download the app now. എന്റെ ചങ്കേ ബ്രോ, ഇത് കണ്ടില്ലേ? ഞാനൊരു ബ്രേക്ക് മെഷീൻ ഉണ്ടാക്കിയതാണ്. ഇതാ, ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാല് റേസ് പുറത്തേക്ക് വരും. ഇതിൽ നിന്ന് വരുന്ന റേസ് എവിടെയാണോ പതിക്കുന്നത് അത് അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ആകും. പിന്നെ ഒരു അടി പോലും മുന്നോട്ടെടുത്ത് വെക്കാൻ പറ്റത്തില്ല. പൊളിച്ചെടുത്തല്ലോ. എന്തിനപ്പ പഴിക്കുന്നത്? അങ്ങോട്ട് നോക്കിയേ, മോട്ടുപത്ലു നടന്നു വരുന്നത് കണ്ടില്ലേ? അവന്മാരെ മീതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്റെ രോഗികളാണ് സത്യം. ഈ ഐഡിയ അടിപൊളിയാ കേട്ടോ. നല്ല മണം. മോട്ടു, അതെ എന്റെ വലിയേട്ട, ഇതെന്താ എനിക്ക് പറ്റിയത്? എനിക്കൊട്ടും ഇളകാൻ പറ്റുന്നില്ലല്ലോ. എന്റെ എക്സ്പെരിമെന്റ് സക്സസ് ആയിരിക്കുകയാണ്. വലിയേട്ട, ഡാൻസ് ഒക്കെ പിന്നീട് കളിക്കാം. ആദ്യം എന്നെ ഒന്ന് നോർമൽ ആക്കിത്താ. കൺമുമ്പിൽ സമൂസ വെച്ച് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അത്ര ശരിയല്ല കേട്ടോ. സോറി കൂട്ടുകാരാ, ഞാൻ ഇപ്പൊ തന്നെ നിന്നെ ശരിയാക്കാം. വണ്ടിക്കകത്തുന്ന സാധനം എടുത്തോണ്ട് വരട്ടെ. എന്റെ വലിയേട്ട, ഒന്ന് വേഗമാവട്ടെ, വേഗമാവട്ടെ. എന്റെ അപ്പച്ചി ആ ഗാഡ്ജറ്റ് കാണുന്നില്ലല്ലോ. ഞാനിത് ഇവിടെയാണല്ലോ വെച്ചത്. ഗാഡ്ജറ്റ് കാണുന്നില്ലെന്നോ? എന്ന് വെച്ചാൽ ഞാൻ ഇതേ പൊസിഷനിൽ ഇങ്ങനെ തന്നെ നിക്കണമെന്നാണോ? മനസ്സിലാവുന്നില്ല. ഓയ് മോട്ടു ചങ്കേ, നീ ഇങ്ങനെ വിഷമിക്കരുത്. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇതാ നോക്കൂ മോട്ടു, എന്റെ അടുത്ത് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റിമോട്ടും ഉണ്ട്. ഡോക്ടർ ജഡ്ക, മോട്ടു എങ്ങനെയാ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിന്നത്? ഞാനൊരു പുതിയ ഗാഡ്ജറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് വരുന്ന റേസ് ആരുടെ ദേഹത്താണോ പതിക്കുന്നത് അവര് ബ്രേക്ക് ഇട്ട പോലെ നിശ്ചലമാവും. പക്ഷെ റിമോട്ട് ആരോ അടിച്ചു മാറ്റി. ഇപ്പോഴാ എടുത്തോണ്ട് പോയത്. ഇനിയിപ്പോ ആ പിള്ളേര് വല്ലതും മോഷിച്ചതായിരിക്കോ? ഡോണ്ട് വറി വലിയേട്ടാ, ഞങ്ങൾ ഇപ്പൊ തന്നെ നോക്കിട്ട് വരാം. ഹലോ മക്കളെ, മക്കള് സ്കൂളിൽ പോവാണോ? അതെ അങ്കിൾ. നോക്കു മക്കളെ, ദേ അവിടെ ഒരു അങ്കിൾ നിപ്പില്ലേ. നിങ്ങൾ ആരെങ്കിലും അങ്കിളിന്റെ ടോയ്സ് വല്ലതും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തേക്ക്. കാരണം മോഷണം അത്ര നല്ല ശീലം അല്ല. അങ്കിൾ, ഞാൻ അയാളുടെ ടോയ്സ് ഒന്നും മോഷ്ടിച്ചിട്ടില്ല. അമ്മേ, ഇവരെന്നെ കള്ളൻ വിളിക്കുന്നു. എന്റെ മോനെ നീ കള്ളനെ വിളിച്ചെന്നോ? നിന്നെ കുറച്ചു മുമ്പ് ഡോക്ടർ ജഡ്കയുടെ ഗാഡ്ജറ്റ് കളവ് പോയി. ഞാൻ ആലോചിക്കുന്നത്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ എന്റെ മോനെ നീ കള്ളനെ വിളിച്ചത്? ഹൗ ഡെയർ യു! ഞങ്ങളുടെ പിള്ളേരെ അടുത്തങ്ങനെ നീ വന്നാലുണ്ടല്ലോ നിന്റെ കഥ കഴിക്കും. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു അപകടകരമായ ഐഡിയ തോന്നുന്നുണ്ട്. ഈ ഐഡിയ ഫെയിൽ ആവില്ല. ഒരുപക്ഷെ ഡോക്ടർ ജഡ്കയുടെ ഗാഡ്ജറ്റ് ഒരു ചെറിയ കുട്ടിയാണ് അടിച്ചു മാറ്റിയതെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി മുതൽ ഈ ഫുർഫുര നഗരത്തിൽ ജോൺ ഒരു ചെറിയ കുട്ടിയായി ഇവിടെ മുഴുവൻ കൊള്ളയടിക്കുക. കുട്ടിയായതുകൊണ്ട് എന്നെ ആരും സംശയിക്കുകയുമില്ല. കൊച്ചുമോനെ, എവിടെ പോവാ? അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോ. അങ്ങളെ ഞാൻ കളിച്ചോണ്ടിരുന്നപ്പോ എന്റെ മോള് ഇവിടെ വീടും അത് എടുക്കാനാ ഞാൻ വന്നേ. എന്താ ഈ പറയുന്നേ? എനിക്ക് എന്റെ മോള് കിട്ടില്ലെന്നോ? ഇത് ഞാനാണ് പിള്ളേരെ, ജോൺ ദി ഡോൺ. നിങ്ങൾക്ക് എന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ വേറെ ആർക്കും എന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യമായിട്ടും ബോസ്, ഞങ്ങൾക്ക് നിങ്ങളെ ഒട്ടും മനസ്സിലായില്ല. നമ്പർ 1, നമ്പർ 2, എന്റെ പൈശാചിക ബുദ്ധിയിലെ അപകടകരമായ ഐഡിയ നിങ്ങൾ കാണാൻ പോകുന്നതേയുള്ളൂ. ഇങ്ങോട്ട് വാ.
അങ്കിളെ അങ്കിളെ ചോക്ലേറ്റ്. ആരെങ്കിലും ഒന്ന് പിടിക്കുവോ? അതെ, ആ കൊച്ചി ഇറക്കാൻ കടയിലുള്ള സാധനങ്ങളൊക്കെ പൊട്ടിക്കൊണ്ട് പോണു. അവിടെ നിൽക്കേ. ഈ കുട്ടിയാണ് ഡോക്ടർ ജഡ്കയുടെ ഗാഡ്ജറ്റ്സ് മോഷ്ടിച്ചത്. വഴിന്ന് മാറി നിൽക്കേ. പത്തിലും എന്തെങ്കിലും ചെയ്യൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ നിനക്ക്. ബോക്സറേട്ടാ, ഞങ്ങൾക്ക് ഇവിടുന്ന് മാറാൻ കഴിയില്ല. മാറി നിൽക്കേ, മാറി നിൽക്കാൻ. അമ്മച്ചിയെ, മോട്ടു വേഗം ഓട ഇവിടുന്ന്. നിങ്ങൾക്ക് പിള്ളേര് കളി കളിക്കാൻ ഈ റോഡേ കിട്ടിയുള്ളൂ അല്ലേ? സോറി ബോക്സർ ചേട്ടാ, ഞങ്ങൾക്ക് പെട്ടെന്ന് ഇളകാൻ പറ്റാതെ ആയിപ്പോയതാ. അങ്ങനെയോ? ഇളകാൻ പറ്റാത്ത കാര്യം എന്നാ പറയാൻ മേലായിരുന്നോ? ശരി, പോയി കിടന്നുറങ്ങാൻ നോക്ക്. Bye bye. എന്ത്? ബാങ്ക് ഒരു ചെറുക്കൻ കൊള്ളയടിച്ചെന്നോ? മൈ ഫിയർ വെൻ ചിങ്കപ്പ് ഇസ് ഹിയർ. ഞാൻ ഇപ്പൊ വന്നോളാം. ചെറുക്ക അവിടെ നിൽക്ക്. മോഷ്ടിക്കുന്നത് കുറ്റമാണ്, നിയമത്തിന് എതിരാണ്. അങ്കിൾ അങ്കിൾ, ഇനി ഒരു ബർത്ത്ഡേ കൂടി പറയാമോ? എന്റെ അമ്മോ! ഡോക്ടർ ജഡ്ക, നിങ്ങളുടെ ഈ ഗാഡ്ജറ്റ് കണ്ടുപിടുത്തം കാരണം ഒരു കുഞ്ഞ് കള്ളനായി മാറിയിരിക്കുകയാണ്. ഓ, എന്റെ ചിങ്കം സാറേ, ചങ്കേ ബ്രോ. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നല്ലോ ഒരു പയ്യൻ വന്ന് ഈ ഗാഡ്ജറ്റ് അടിച്ചു മാറ്റുമെന്ന്. ശരി, ഞാനൊരു പരിഹാരം കണ്ടെത്തി തരാം. എന്റെ പക്കലൊരു ഐഡിയ ഉണ്ട്, കേൾക്ക്. കൂട്ടുകാരെ, നിങ്ങൾ കേട്ടിരുന്നോ? ഫുർഫുർ നഗരത്തിലെ 2 കോടീശ്വരന്മാര് രാമപുരത്തും കൊണ്ടാട്ടിലും വന്ന് താമസിക്കുന്നുണ്ടെന്നാ പറയുന്നത്. അവരേതോ ഒരു പുതിയ കമ്പനി തുറക്കാൻ പോകുമെന്നാ ഞാൻ കേട്ടിരിക്കുന്നത്. പൊളിച്ചടത്തല്ലോ കോടീശ്വരനോ. അപ്പൊ അവരിവിടുന്ന് പോകുമ്പോ അവരുടെ കയ്യിൽ ഒരുപാട് കാശുണ്ടാവുമല്ലേ? യെസ് യെസ്, ഒരുപാട് കാശുണ്ടാവും. ഈ പുതിയ പ്രോജക്റ്റിന് വേണ്ടി അവര് കയ്യിൽ ക്യാഷ് കൊണ്ട് നടക്കുകയാണ്. അവരെ സംരക്ഷിക്കുന്ന പണി എനിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ പോന്നു. ഓഹോ, രാമപുരം പിന്നെ കൊണ്ടാട്. പിടിക്കേ പിടിക്കേ, കള്ളൻ കള്ളൻ എന്റെ പേഴ്സ് എടുത്തോണ്ട് രക്ഷപ്പെടുവാണ്. പിടിക്കേ പിടിക്കേ, കള്ളൻ കള്ളൻ. അങ്കിൾ, എന്നെ നിങ്ങൾക്ക് അങ്ങനെ പിടിക്കാനൊന്നും സാധിക്കുകയില്ല. അങ്കിൾ, നിങ്ങൾ എങ്ങനെയാണ് എന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്? ഡോക്ടർ ജഡ്കയോട് ചോദിക്കും മോനെ. ജഡ്ക അങ്കിൾ, നിങ്ങൾ എങ്ങനെയാണ് എന്റെ അടുത്ത് വന്നത്? നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ മണ്ടനൊക്കെ വേണ്ടി നോക്കുവല്ലേ? എനിക്ക് മനസ്സിലായി, ഗാഡ്ജറ്റ് മാറിപ്പോയി. സോറി അങ്കിൾ, സോറി. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയത്. അങ്ങനെ ഞാൻ ചോക്ലേറ്റ് മോഷ്ടിച്ചത്. അന്ന് മുതൽ എനിക്ക് മോഷണം ഒരു കലയായി തീർന്നു. സോറി. കരയണ്ട മോനെ, കരയണ്ട. കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനി ഒരിക്കലും മോഷ്ടിക്കരുത് കേട്ടോ. അങ്കിൾ, നിങ്ങൾ ഒരുപാട് നല്ല അങ്കിളാ. എന്നെ ഒന്ന് എടുത്ത് തോളത്ത് വെച്ചൊരു ഉമ്മ തരാമോ?
ഇവന്റെ ചേഷ്ടകളൊക്കെ കാണുമ്പോ ആ ജോണിനെ പോലെ തന്നെയുണ്ട്. ഒരുപക്ഷെ ഇത് ജോൺ വേഷം മാറി വന്നതായിരിക്കോ? ഐഡിയ. ജോൺ തന്നെയാണ്. ജോൺ തന്നെയാണ്. കള്ളനെ പിടിച്ചു. കള്ളൻ വേഷം മാറി നടക്കാണ്. ഇല്ല, ഇത് ചീറ്റിംഗ് ആണ്. എന്നെ വിട്ടേക്ക് ചിങ്കം സാറേ, രക്ഷിക്കണേ. എന്നെ രക്ഷിച്ച് അറസ്റ്റ് ചെയ്യ ചിങ്കം സാറേ, പ്ലീസ്. എന്നെ ഈ മോട്ടുവും പത്തിലും നിശ്ചലനാക്കി അടിമേടിപ്പിച്ചോണ്ടിരിക്കുക ചിങ്കം സാറേ, രക്ഷിക്കുക പ്ലീസ്. എന്നാ വരൂ ജോൺ, നിന്റെ അമ്മായിമ്മയുടെ വീട്ടിലേക്ക് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാം. പൊളിക്ക് പൊളിക്ക് പൊളിക്ക്. അവിടെ ചെന്ന് അടിഞ്ഞു. Watch India's largest kids library only on Geo Hotstar. Download the app now.